ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡൊമൈൻ ഓഫ് ഫിസിക്സ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ, അതായത് നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് നമ്മുടെ ഡയമെൻഷൻസ് വരെയായിരുന്നു. അതായത് ഡയമെൻഷൻസിനെ കുറിച്ച്, അതായത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിലെ ഡയമെൻഷൻസിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഫോക്കസ് ഏരിയയിലേക്കാണ്. ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷൻസ്. അതായത് നമ്മൾ ഡയമെൻഷൻസ് പഠിച്ചു, ഈ ഡയമെൻഷൻസിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണ് എന്നുള്ളത്. അപ്പോൾ ആപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷൻസ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. അതായത് ഒന്ന്, ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. നമുക്ക് തരുന്ന ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് എന്ന് കരുതുക. ആ ഇക്വേഷൻ നമ്മൾ ഡയമെൻഷനലി ചെക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ഡയമെൻഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ഇക്വേഷൻ തെറ്റാണ് എന്നാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, അതായത് ഡയമെൻഷനലി റോങ് എന്നാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം അങ്ങനൊരു ഇക്വേഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. അതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു ഇക്വേഷൻ തരുന്നു, ഇപ്പോൾ A+B=C എന്ന് പറയുന്നൊരു ഇക്വേഷൻ. ആ ഇക്വേഷൻ നമ്മൾ ഡയമെൻഷനലി ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് റോങ് എന്നാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം അങ്ങനൊരു ഇക്വേഷൻ വാലിഡ് അല്ല, അങ്ങനൊരു ഇക്വേഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. ഇനി മറിച്ച് ഡയമെൻഷനലി ചെക്ക് ചെയ്യുമ്പോൾ റൈറ്റ് എന്നാണ് കിട്ടുന്നത് എങ്കിൽ, ശരിയാണ്, ഡയമെൻഷനലി റൈറ്റ് എന്നാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അങ്ങനൊരു ഇക്വേഷൻ എക്സിസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന്. എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. രണ്ടാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് ടു ഡെഡ്യൂസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അല്ലെങ്കിൽ ടു ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുക, അതായത് നമ്മുടെ ഓരോ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഏത് ഉപയോഗിക്കാം? ഡയമെൻഷൻസ് ഉപയോഗിക്കാം. ഈ 2 ആപ്ലിക്കേഷൻസ് ആണ് പ്രധാനമായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ, അതായത് നമ്മൾ എഴുതിയിരിക്കുന്ന മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ടെക്സ്റ്റിൽ അങ്ങനൊരു ഹെഡിങ്ങിൽ തന്നിട്ടില്ല എങ്കിൽ പോലും ടെക്സ്റ്റിൽ അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രീവിയസ് എക്സാമ്പിൾക്ക് ആ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ അതും കൂടെ പഠിക്കുന്നു. എന്ന് മുമ്പ് പറഞ്ഞതുപോലെ ഫോക്കസ് ഏരിയ പഠിക്കുമ്പോൾ നമ്മൾ ഫോക്കസ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. അപ്പം മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ് ടു കൺവേർട്ട് വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഇൻ ടു അനദർ. അതായത് ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്കുള്ള യൂണിറ്റിൻ്റെ കൺവേർഷൻ. ഫോർ എക്സാമ്പിൾ CGS സിസ്റ്റത്തിൽ നിന്ന് FPS സിസ്റ്റത്തിലേക്കുള്ള കൺവേർഷൻ, CGS സിസ്റ്റത്തിൽ നിന്ന് SI യൂണിറ്റിലേക്കുള്ള കൺവേർഷൻ, അല്ലെങ്കിൽ SIയിൽ നിന്ന് CGSയിലേക്കുള്ള കൺവേർഷൻ. അതാണ് സാധാരണ ചോദിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 3 ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷൻസ് ചോദിച്ചാൽ ഇത് 3 എഴുതും. ഇനി ഈ 3 ആപ്ലിക്കേഷൻസ്, നമ്മൾ ഈ പറഞ്ഞ ഈ 3 ആപ്ലിക്കേഷൻസും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഈ 3 ആപ്ലിക്കേഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മളെ ചെയ്യാൻ സഹായിക്കുന്ന ഒരു റൂളുണ്ട്, ഒരു പ്രിൻസിപ്പിളുണ്ട്. അതിൻ്റെ പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിന് ഡയമെൻഷനുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യനിൽ ഏത് പ്രിൻസിപ്പിളാണ് ഇതിന് സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഏത് പ്രിൻസിപ്പിളാണ് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഒറ്റ റൂൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത് 2 ക്വാണ്ടിറ്റീസ് ആർ ആഡഡ് ടുഗദർ ഓർ സബ്ട്രാക്റ്റഡ് ഫ്രം വൺ അനദർ ഓൺലി ഇഫ് ദേ ഹാവ് സെയിം ഡയമെൻഷൻ. അതായത് സെയിം ഡയമെൻഷനുള്ള 2 ക്വാണ്ടിറ്റികൾ തമ്മിൽ മാത്രമേ ആഡ് ചെയ്യാനോ സബ്ട്രാക്റ്റ് ചെയ്യാനോ സാധിക്കുകയുള്ളൂ. സെയിം ഡയമെൻഷനുള്ള 2 ക്വാണ്ടിറ്റീസ് തമ്മിൽ മാത്രമേ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ സാധിക്കുകയുള്ളൂ. മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാൻ പ്രശ്നമില്ല. പക്ഷേ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അവയുടെ ഡയമെൻഷൻസ് സെയിം ആയിരിക്കണം. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഇക്വേഷൻ എടുക്കുകയാണ്, AB + CD = E എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ AB എന്ന് പറയുന്നതിൻ്റെ ഡയമെൻഷനും CD എന്നതിൻ്റെ ഡയമെൻഷനും Eയുടെ ഡയമെൻഷനും സെയിം ആയിരിക്കും. AB എന്ന് പറയുന്ന ഒരു ടേം, ഇതൊരു ടേമാണ്. CD എന്ന് പറയുന്ന നമ്മുടെ രണ്ടാമത്തെ ടേം, E എന്ന് പറയുന്ന നമ്മുടെ മൂന്നാമത്തെ ടേം. ഇവയുടെ 3 പേരുടെയും ഡയമെൻഷൻസ് സെയിം ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ എളുപ്പത്തിന് പറയാറുണ്ട് ഡയമെൻഷൻസ് ഓഫ് LHS ഈസ് ഈക്വൽ ടു ഡയമെൻഷൻസ് ഓഫ് RHS എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ഈച്ച് ടേംസ് ഓഫ് ആൻ ഇക്വേഷൻ, അല്ലെങ്കിൽ ദ ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേംസ് ഓഫ് ആൻ ഇക്വേഷൻ ആർ സെയിം. ഒരു ഇക്വേഷനിലെ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും ഡയമെൻഷൻ സെയിം ആണെന്നല്ല, AB ഇതാണ് ഒരു ടേം, അതായത് അഡീഷൻ സബ്ട്രാക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ AB എന്ന് പറയുന്നതിന് നമ്മൾ ഒറ്റ ടേമായിട്ടാണ് എടുക്കുന്നത്. ആ ഒരു ടേമിൻ്റെ ഡയമെൻഷനും CDയുടെ ഡയമെൻഷനും Eയുടെ ഡയമെൻഷനും സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ V = U + AT എന്ന് പറയുന്ന ഇക്വേഷൻ എടുത്താൽ Vയുടെ ഡയമെൻഷനും Uവിൻ്റെ ഡയമെൻഷനും ATയുടെ ഡയമെൻഷനും എന്തായിരിക്കും?
സെയിം ആയിരിക്കും. കാരണം ഇങ്ങനൊരു ഇക്വേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം, ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. അങ്ങനെ ഉള്ളത് കൊണ്ട് ഈ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത്. അപ്പോൾ ഏറ്റവും ബെറ്റർ ഡെഫിനിഷൻ ഈ എഴുതിയിരിക്കുന്നതാണ്. എന്ത്? ടു ക്വാണ്ടിറ്റീസ് ആർ ആഡഡ് ടുഗദർ ഓർ സബ്ട്രാക്റ്റഡ് ഫ്രം വൺ അനദർ ഓൺലി ഇഫ് ദേ ഹാവ് സെയിം ഡയമെൻഷൻ വിച്ച് ഈസ് കാൾഡ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. എളുപ്പത്തിൽ പറയാറുണ്ട് ദ ഡയമെൻഷൻസ് ഓഫ് LHS ഈസ് ഈക്വൽ ടു ഡയമെൻഷൻസ് ഓഫ് RHS എന്നും പറയാറുണ്ട്. അല്ലെങ്കിൽ ദ ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേംസ് ഓഫ് ആൻ ഇക്വേഷൻ ആർ സെയിം. അപ്പോൾ ഇതാണ് ഡയമെൻഷൻസിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറയുന്നത്. ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി വെച്ചാണ് നമ്മൾ ഈ ഓരോ ആപ്ലിക്കേഷൻസും പറയാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തെ ആപ്ലിക്കേഷനാണ് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷനിൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിന് ചോദിക്കുക. 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഒന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറയും. നമുക്കൊരു ഇക്വേഷൻ തരുന്നു, ഇപ്പോൾ V = U + AT എന്ന് പറയുന്ന ഇക്വേഷൻ തരുന്നു, അത് ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ചോദിക്കും. രണ്ടാമത്തെ ടൈപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമെൻഷനലി കറക്റ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ നമുക്ക് തരും, അതിനകത്ത് ഒരു അൺനോൺ ഫാക്ടർ കാണും അല്ലെങ്കിൽ ഒരു അൺനോൺ ക്വാണ്ടിറ്റി കാണും. ആ അൺനോൺ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ ചെക്ക് ചെയ്യാനായിട്ട് പറയും. അതായത് ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ചോദിക്കും. 2, ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് തന്നതിന് ശേഷം അതിലെ അൺനോൺ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനായിട്ട് പറയും. ഇങ്ങനെ 2 രീതിയിലാണ് നമ്മുടെ ഒന്നാമത്തെ ആപ്ലിക്കേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക. നമുക്ക് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒരു 90% ക്വസ്റ്റ്യൻസും പ്രീവിയസ് എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കേട്ട് പരിചയമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. പ്രീവിയസ് എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക. അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മളല്ലാതെ പിന്നീട് നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു 3 ലൈവ് ക്ലാസ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു. ആ ലൈവ് ക്ലാസ്സസിൽ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ ആപ്ലിക്കേഷനുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമ്മുടെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ വെച്ചിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചെക്ക് ദ ഡയമെൻഷനാലിറ്റി ഓഫ് ഫോളോയിങ് ഇക്വേഷൻ. ഞാൻ കുറച്ച് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻസിലെ ഓരോ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷൻ ആണെങ്കിൽ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട്, അല്ലാത്ത ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ തൽക്കാലം ഞാൻ ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നില്ല, മറിച്ച് നമ്മുടെ ഇക്വേഷൻസ് മാത്രം ഇട്ടുണ്ട്. അതിൽ ഓരോ ടേമും എന്താണെന്ന് ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് V = U + AT എന്ന് പറയുന്നതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ അത് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡയമെൻഷനാലിറ്റി ചെക്ക് ചെയ്യാം. അപ്പോൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടേംസിൻ്റെയും ഡയമെൻഷൻ കണ്ടുപിടിക്കുക, അതെല്ലാം സെയിം ആണോ നോക്കാം. ഇവിടുത്തെ ഒന്നാമത്തെ ടേം V ആണ്. അപ്പോൾ നമ്മൾ Vയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കുന്നു. ഡയമെൻഷൻ ഓഫ് V എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT⁻⁻1 ആണ്. അടുത്ത രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് U ആണ്, ദാറ്റ് ഈസ് ഇനീഷ്യൽ വെലോസിറ്റി. അതിൻ്റെ ഡയമെൻഷനും എന്ത് തന്നെയാണ്? LT⁻⁻1 ആണ്. അടുത്ത ക്വാണ്ടിറ്റി AT ആണ്. A എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്, അതിൻ്റെ ഡയമെൻഷൻ LT⁻². T എന്ന് പറയുന്നത് ടൈം ആണ്, അതിൻ്റെ ഡയമെൻഷൻ T ആണ്. ദാറ്റ് ഈസ് L × A⁻m × A⁻n ആണ്. അപ്പോൾ A⁻m+n വരും. ദാറ്റ് ഈസ് T⁻2 + 1 ദാറ്റ് ഈസ് -1 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് യുവിൻ്റെയും വിയുടെയും ATയുടെയും ഡയമെൻഷൻ എന്താണ്? സെയിം ആണെന്നാണ്. ദെർഫോർ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡയമെൻഷനലി എന്താണ്? കറക്റ്റ് ആണ്. ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളാണ് ഈ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു ഇക്വേഷൻ തരുന്നു, ആ ഇക്വേഷൻ ഡയമെൻഷനലി ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനകത്ത് ഓരോ ടേംസും നമുക്ക് അറിയാവുന്നതായിരിക്കും. ആ ടേംസിൻ്റെ ഡയമെൻഷൻസ് നോക്കിയിട്ട് എല്ലാ ടേംസിൻ്റെയും ഡയമെൻഷൻ അല്ലെങ്കിൽ എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻസ് സെയിം ആണെങ്കിൽ ആ ഇക്വേഷൻ ഡയമെൻഷനലി എന്താണ്? കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് വരാം. S = UT + ½ AT² എന്ന് പറയുന്ന ഇക്വേഷൻ. S = UT + ½ AT² എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് വരുന്നു. വേർ S എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് S എന്ന് പറയുന്നത് L ആണ്. അടുത്തത് UT, U എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. അപ്പോൾ LT⁻⁻1. T എന്ന് പറയുന്നത് T ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ L അതുപോലെ എഴുതുന്നു. T⁻⁻1 T⁻1 A⁻m × A⁻n ദാറ്റ് ഈസ് A⁻m+n എന്ന് വരും. ദാറ്റ് ഈസ് T⁻−1 + 1 ദാറ്റ് ഈസ് T⁻0 ദാറ്റ് ഈസ് എന്ത് മാത്രം? L മാത്രം. അടുത്തതെന്ന് പറയുന്നത് ½ AT² ആണ്. നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ചിരുന്നു. ഹാഫ് അഥവാ നമ്പേഴ്സിന് എന്തില്ല? ഡയമെൻഷൻസ് ഇല്ല. അപ്പോൾ അത് വിട്ടേക്കുക. എയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് LT⁻⁻1 ആണ്. ടിയുടെ ഡയമെൻഷൻ T ആണ്. T² ആകുമ്പോൾ T². ദാറ്റ് ഈസ് അതിൻ്റെയും ഡയമെൻഷൻ എത്രയാണെന്ന് തന്നെ കിട്ടും? L എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ഈ ഇക്വേഷനും ഡയമെൻഷനലി എന്താണ്? കറക്റ്റ് ആണ്.
അടുത്ത മൂന്നാമത്തെ ഇക്വേഷനിലേക്ക് പോകാം. മൂന്നാമത്തെ ഇക്വേഷൻ k is equal to half mv². ഉദ്ദേശിച്ചിരിക്കുന്നത് കൈനറ്റിക് എനർജി is equal to half mv² എന്നാണ്. രണ്ട് ടേമേ ഉള്ളൂ. ഒന്നാമത്തെ ടേം കൈനറ്റിക് എനർജിയാണ്. എനർജിയുടെ ഡയമെൻഷൻ നമുക്കറിയാം ml² t⁻² ആണ് കൈനറ്റിക് എനർജിയിലെ എനർജിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഹാഫ് mv² ഡയമെൻഷൻ വേണം. ദാറ്റ് ഈസ് ഹാഫ് mv². ഹാഫിന് ഡയമെൻഷൻ ഇല്ല, എമ്മിൻ്റെ ഡയമെൻഷൻ എം എന്നാണ്. വിയുടെ ഡയമെൻഷൻ LT⁻⁻1 ആണ്. v² ഉള്ളത് കൊണ്ട് ഇതിന് മൊത്തത്തിൽ സ്ക്വയർ വരും. ദാറ്റ് ഈസ് m ഇൻറ്റു എല്ലിൻ്റെ സ്ക്വയർ L², t⁻⁻1ൻ്റെ സ്ക്വയർ t⁻². ദാറ്റ് മീൻസ് ഇക്വേഷൻ സെയിം ആണ്, ഡയമെൻഷൻ സെയിം ആണ്. അതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ ഡയമെൻഷനിൽ എന്താണ്, കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് F is equal to ഫോഴ്സ് is equal to mv² എന്നാണ്. ഡയമെൻഷൻ ഓഫ് എഫ് നമുക്കറിയാം, എഫിൻ്റെ ഡയമെൻഷൻ ml⁻⁻1 ആണ്. ഡയമെൻഷൻ ഓഫ് mv² കാൽക്കുലേറ്റ് ചെയ്യണം. എമ്മിൻ്റെ ഡയമെൻഷൻ എം തന്നെ, വിയുടെ ഡയമെൻഷൻ LT⁻⁻1, v² ആയതുകൊണ്ട് LT⁻⁻1ൻ്റെ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എം അതുപോലെ എഴുതുന്നു, എല്ലിൻ്റെ സ്ക്വയർ L², t⁻⁻1ൻ്റെ സ്ക്വയർ t⁻². ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും എഫിൻ്റെ ഡയമെൻഷൻ ml⁻⁻1 എന്നും mv² ഡയമെൻഷൻ ml² t⁻² ആണേ, ml² t⁻² എന്നുമാണ്. ദാറ്റ് മീൻസ് ഡയമെൻഷൻസ് എന്തല്ല, സെയിം അല്ല. ദെയർഫോർ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡയമെൻഷനിൽ എന്താണ്, റോങ് ആണ്. ആൻഡ് അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, F is equal to mgh. എഫിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം എന്താണ്, ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ml⁻². അടുത്തത് mgh-ൻ്റെ ഡയമെൻഷൻ വേണം. ദാറ്റ് ഈസ് mgh. എം എന്ന് പറഞ്ഞാൽ മാസ് ആണ്, മാസിൻ്റെ ഡയമെൻഷൻ എം ആണ്. ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, ദാറ്റ് മീൻസ് ആക്സിലറേഷൻ ആണ്. അതുകൊണ്ട് അതിൻ്റെയും ഡയമെൻഷൻ LT⁻². എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്, ഡയമെൻഷൻ എൽ ആണ്. ദാറ്റ് ഈസ് ml² t⁻². ദാ വീണ്ടും ഡയമെൻഷൻ സെയിം അല്ല എന്ന് കിട്ടി. ദെയർഫോർ നമ്മുടെ ഇക്വേഷൻ ഡയമെൻഷനിൽ എന്താണ്, റോങ് ആണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയത്. പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ റീവൈൻഡ് ചെയ്ത് കണ്ടു നോക്കുക. നമ്മൾ പറഞ്ഞു കുറച്ച് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോയതാണ്, കാരണം വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമുക്കൊരു ഇക്വേഷൻ തരുന്നു, ആ ഇക്വേഷൻ ഡയമെൻഷനിൽ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പല തരത്തിലുള്ള ഇക്വേഷൻസ് തരാം. അതിലൊരു ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് ആണ് ഞാനീ പറഞ്ഞത്. ഇനി മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഡയമെൻഷനാലജി ചെക്ക് ചെയ്യാനുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, P is equal to FV plus AV³ rho, where P എന്ന് പറഞ്ഞാൽ പവർ ആണ്, F ഫോഴ്സ് ആണ്, V വെലോസിറ്റി, A ഏരിയ ആൻഡ് റോ ഈസ് ദ ഡെൻസിറ്റി. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് പവറിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. ഡയമെൻഷൻ ഓഫ് പവർ ഈസ് ഈക്വൽ ടു, പവറിൻ്റെ ഡയമെൻഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ഏരിയ ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ml² t⁻³ ആണ്. ഇതാണ് പവറിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഈ ഡയമെൻഷൻസ് പഠിച്ചേ പറ്റും, അതിന് വേണ്ടിയാണ് ഞാൻ ആദ്യമേ എല്ലാ ക്വാണ്ടിറ്റികളുടെയും ഡയമെൻഷൻസ് പറഞ്ഞത്. അടുത്ത രണ്ടാമത്തെ ടൈമിലേക്ക് വരാം. രണ്ടാമത്തെ ടൈം ഫോഴ്സിൻ്റെ വെലോസിറ്റി ആണ്. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ml⁻² ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT⁻⁻1 ആണ്. എം ഒന്നേ ഉള്ളൂ, അത് അതുപോലെ എഴുതി. L ഇൻറ്റു L L² t⁻² t⁻1, ദാറ്റ് ഈസ് t⁻³ ഓക്കെ ആണ്. അടുത്തത് ഡയമെൻഷൻ ഓഫ് AV³ റോ. ഡയമെൻഷൻ ഓഫ് AV³ റോ. എ എന്ന് പറഞ്ഞാൽ ഏരിയ, ദാറ്റ് മീൻസ് ഡയമെൻഷൻ L². വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്, അപ്പോൾ ഡയമെൻഷൻ എന്ന് പറയുന്നത് LT⁻⁻1 ആണ്. V³ ആയതുകൊണ്ട് ദ ഹോൾ റേസ് ടു 3. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ്, ദാറ്റ് ഈസ് ml⁻³ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു L² അതുപോലെ എഴുതി, എല്ലിൻ്റെ ക്യൂബ് L³, t⁻⁻1ൻ്റെ ക്യൂബ് t⁻⁻3, എം അതുപോലെ എഴുതി L⁻⁻3. ദാറ്റ് ഈസ് ഈക്വൽ ടു എം നമ്മൾ അതുപോലെ എഴുതുന്നു, ഇവിടെ ഒരു എല്ലുണ്ട്, ഇവിടെ ഒരു എല്ലുണ്ട്, ഇവിടെ ഒരു എല്ലുണ്ട്. ദാറ്റ് ഈസ് L⁻² 2 + 3 - 3 എല്ലാം കൂടെ ആഡ് ചെയ്തു 2 3 - 3. അപ്പോൾ 2 + 3 - 3 ഇൻറ്റു t⁻⁻, ഒരെണ്ണേ ഉള്ളൂ, -3. ദാറ്റ് ഈസ് ഈക്വൽ ടു ml. 3യും 3യും കൂടെ ക്യാൻസൽ ആവും, ദാറ്റ് ഈസ് ml² t⁻⁻3. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഡയമെൻഷനിൽ എന്താണെന്ന് കിട്ടി, കറക്റ്റ് ആണെന്ന് കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, T is equal to 2.√m/g എന്ന് പറയുന്ന ഇക്വേഷൻ, വേർ T എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ആണ്, M മാസ് ആണ്, G എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതാണ്, T is equal to 2π × √m/g.
നമുക്ക് ഇങ്ങനെ വെച്ച് തന്നെ ഈ ഇക്വേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ അതിൽ നിന്നും കുറച്ചും കൂടെ നമുക്ക് എളുപ്പം പറ്റുക ഇതിനെ സ്ക്വയർ ചെയ്യുന്നതാണ്. അതായത് റൂട്ടുള്ള ഇക്വേഷൻസ് വരികയാണെങ്കിൽ നിങ്ങൾ റൂട്ടിനെ സ്ക്വയർ ചെയ്ത് റൂട്ട് ഒഴിവാക്കുക. അതായിരിക്കും കുറച്ചും കൂടെ ചെയ്യാൻ എളുപ്പം. റൂട്ട് വെച്ച് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. റൂട്ട് വെച്ച് നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും, ഒരു പ്രശ്നമില്ല. പക്ഷേ കുറച്ചും കൂടെ ബെറ്റർ, കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ റൂട്ട് ഒഴിവാക്കിയിട്ട് ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ സ്ക്വയർ ചെയ്യാണ്. ടിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് ടി സ്ക്വയർ ആണ്, 2ൻ്റെ സ്ക്വയർ 4 ആണ്, പൈ സ്ക്വയർ m/g എന്ന് മാറും, അതായത് റൂട്ട് അങ്ങ് പോകും. ഓക്കെ, ഇനി ഡയമെൻഷൻ ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വാണ്ടിറ്റി ടി സ്ക്വയർ ആണ്. ടി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം, ടി എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ആണ്. ടൈം പീരീഡിൻ്റെ ഡയമെൻഷൻ എന്ത് തന്നെയാണ്? ടി തന്നെയാണ്, ദാറ്റ് ഈസ് ടൈം തന്നെയാണ്. അപ്പോൾ ടി തന്നെ, ടി സ്ക്വയർ ആയതുകൊണ്ട് ടി സ്ക്വയർ. അടുത്തത് ഡയമെൻഷൻ ഓഫ് 4 പൈ സ്ക്വയർ എം ഡിവൈഡഡ് ബൈ ജി. നമ്മൾ നേരത്തെ പറഞ്ഞു 4ന് ഡയമെൻഷൻ ഇല്ല, പൈക്ക് ഡയമെൻഷൻ ഇല്ല. എമ്മിൻ്റെ ഡയമെൻഷൻ എം തന്നെ, ഡിവൈഡഡ് ബൈ ജിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് LT⁻² ആണ്. ദാറ്റ് ഈസ് എം L⁻⁻1 T⁻². രണ്ടിൻ്റെ ഡയമെൻഷൻസ് സെയിം അല്ല. ദെയർഫോർ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? റോങ് ആണ്. ഇനി ഇതേ ഇക്വേഷന് പകരം തന്നിരുന്നത് ഇങ്ങനെ ആയിരുന്നു എന്ന് കരുതുക, T = 2π L/g എന്നായിരുന്നു എന്ന് കരുതുക. വേറെ L എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. അതായത് ഈ ഇക്വേഷന് പകരം എമ്മിന് പകരം എന്ത് തരുന്നു എന്ന് കരുതുക? ലെങ്ത് തരുന്നു എന്ന് കരുതുക. m/g അല്ല, മറിച്ച് L/g ആണ്. മാസിന് പകരം എന്താണ്? ലെങ്ത് ആണെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് വീണ്ടും സ്ക്വയർ ചെയ്യാം. T സ്ക്വയർ = 4 പൈ സ്ക്വയർ L/g. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് ടി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ എന്ത് തന്നെ? ടി സ്ക്വയർ തന്നെ. അടുത്തത് ഡയമെൻഷൻ ഓഫ് 4 പൈ സ്ക്വയർ L/gയുടെ ഡയമെൻഷൻ. 4ന് ഡയമെൻഷൻ ഇല്ല, പൈക്ക് ഡയമെൻഷൻ ഇല്ല. എല്ലിൻ്റെ ഡയമെൻഷൻ L ഡിവൈഡഡ് ബൈ ജിയുടെ ഡയമെൻഷൻ LT⁻². L ക്യാൻസൽ ആവും. 1/T⁻² എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ ആണ്. ദെയർഫോർ ഇക്വേഷൻ ഡയമെൻഷനലി എന്തായിട്ട് മാറി? കറക്റ്റ് ആയിട്ട് മാറി. അപ്പോൾ m/g ആയിരുന്നപ്പോൾ ഡയമെൻഷനലി റോങ് ആയിരുന്നു, L/g ആയപ്പോൾ ഡയമെൻഷനലി എന്തായി? കറക്റ്റ് ആയി. അപ്പോൾ ഇതുപോലെ റൂട്ട് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാം? എക്സാമിന് ചോദിക്കാം. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ഇൻവോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നതാണ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ x = a cos ωt എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. നമ്മളിത് കണ്ടിട്ടുള്ളതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ പഠിക്കുമ്പോൾ, അതായത് ഓസിലേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് x = a cos ωt എന്ന് പറയുന്ന ഇക്വേഷൻ. വേർ x ഡിസ്പ്ലേസ്മെന്റ് ആണ്, a ആംപ്ലിറ്റ്യൂഡ് ആണ്, ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി എന്നോ ആംഗുലാർ വെലോസിറ്റി എന്നോ തരാം, t എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഞാൻ ഇങ്ങോട്ട് എഴുതുന്നു, x = a cos ωt. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഒരു തന്നിരിക്കുന്ന ഇക്വേഷനിൽ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ ഉണ്ട് എങ്കിൽ, അതായത് സൈൻ, കോസ്, ടാൻ, കൊസീക്, സീക്, കോട്ട് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ ഉണ്ട് എങ്കിൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ആ ട്രിഗ്നോമെട്രി ഫംഗ്ഷന് ഡയമെൻഷൻ ഉണ്ടോ ഇല്ലയോ എന്നാണ്. കാരണം നമുക്കറിയാം ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഡയമെൻഷൻലെസ് ആയിരിക്കണം എന്ന കാര്യം എപ്പോഴും ഓർമ്മയിൽ വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് കോസ് ഒമേഗ-ടിയുടെ ഡയമെൻഷൻ ആണ്. ഡയമെൻഷൻ ഓഫ് കോസ് ഒമേഗ-ടി. കോസ് ഒമേഗ-ടി ചെക്ക് ചെയ്യണമെന്നില്ല, ഒമേഗ-ടി ചെക്ക് ചെയ്താൽ മതി. ഡയമെൻഷൻ ഓഫ് ഒമേഗ-ടി അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് കോസിനകത്ത് വരുന്ന കാര്യം അല്ലെങ്കിൽ സൈനിനകത്ത് വരുന്ന കാര്യം. ഒമേഗയുടെ ഡയമെൻഷൻ നമുക്കറിയാം T⁻⁻1 ആണ്. ടൈമിൻ്റെ ഡയമെൻഷൻ T ആണ്. ദെയർഫോർ നമുക്ക് എന്ത് എഴുതാം? 1 എന്ന് എഴുതാം. ദാറ്റ് മീൻസ് T⁻0. അതായത് ഡയമെൻഷൻ ഇല്ല. ഇത് ഓക്കെ ആണെങ്കിൽ മാത്രം ബാക്കി ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ്, ഡയമെൻഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കുക. എക്സിൻ്റെ ഡയമെൻഷൻ L ആണ്, കാരണം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അടുത്തത് ഡയമെൻഷൻ ഓഫ് a cos ωt. എ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ആണ്, ദാറ്റ് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. ദെയർഫോർ എ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എൽ തന്നെയാണ്, കാരണം മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ അതെന്ത് തന്നെ? എൽ തന്നെ. കോസിന് ഡയമെൻഷൻ ഇല്ല, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ രണ്ടുപേരുടെയും ഡയമെൻഷൻ സെയിം ആണെന്ന് കിട്ടി. ദെയർഫോർ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡയമെൻഷനിൽ എന്താണ്? കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നു. ഇതേ ക്വസ്റ്റ്യൻ തന്നെ പറയുകയാണ്. x = a cos 2πvt എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ തരുന്നു എന്ന് കരുതാം. x = a cos 2πvt. ഇവിടെ പുതുതായിട്ട് വന്നിരിക്കുന്നത് v ആണ്. v ഈസ് ദ വെലോസിറ്റി ആൻഡ് a ഈസ് ആംപ്ലിറ്റ്യൂഡ്. a എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ്, അതുപോലെ x എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇക്വേഷൻ ഇതാണ്. x = a cos 2πvt. നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് 2πvt ഡയമെൻഷൻലെസ് ആണോ അല്ലയോ എന്നാണ്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് 2πvt
ദാറ്റ് ഈസ് 2-ന് ഡയമെൻഷൻ ഇല്ല, പൈക്ക് ഡയമെൻഷൻ ഇല്ല. വിയുടെ ഡയമെൻഷൻ LT⁻⁻1 ആണ്, ടിയുടെ ഡയമെൻഷൻ ടി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് L എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രി ഫംഗ്ഷൻസിന് എന്തുണ്ട്? ഡയമെൻഷൻ ഉണ്ട് എന്നാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം വി നോ ദാറ്റ് എന്താണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആർ ഡയമെൻഷൻലെസ്. നോ ദാറ്റ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആർ ഡയമെൻഷൻലെസ്. എന്തായിരിക്കണം? ഡയമെൻഷൻലെസ് ആയിരിക്കണം. ദെർഫോർ നമ്മുടെ ഇക്വേഷൻ എന്താണ്? റോങ് ആണ്. ഇനി അങ്ങോട്ടേക്ക് ചെയ്യേണ്ട. അപ്പോൾ ട്രിഗണോമെട്രി ഫംഗ്ഷന് ഡയമെൻഷൻ ഇല്ല എന്ന് കിട്ടിയാൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? മുമ്പോട്ടേക്ക് ചെയ്താൽ മതി. മറ്റൊരു ഇക്വേഷൻ ഇതേപോലെ തന്നെ തരുന്നു. നമ്മുടെ മറ്റൊരു ഇക്വേഷൻ എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ 2π/t എന്നാണെന്ന് കരുതാം. 2π/vt അല്ല, 2π/t. വേർ ന്യൂ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഫ്രീക്വൻസി ആണ് എന്ന് കരുതാം. പോട്ടെ, a/v എന്നാക്കാം. എക്സ് ഈസ് ഈക്വൽ ടു a/v സൈൻ 2π/t. നോക്കിയിരിക്കുക, എക്സ് ഈസ് ഈക്വൽ ടു a സൈൻ 2π/t എന്ന് പറയുന്ന നമ്മുടെ ഇക്വേഷൻ. എക്സ് ഈസ് ഈക്വൽ ടു a/v സൈൻ 2π/t എന്ന് പറയുന്ന ഇക്വേഷൻ. വേർ v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്, ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആണ്. ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ആൾക്കാർ തന്നെ. ഓക്കെ, ചെക്ക് ചെയ്യാം. ആദ്യം ഇത് ചെക്ക് ചെയ്യണം. ദാറ്റ് ഈസ് 2π/യുടെ ഡയമെൻഷൻ നോക്കണം. 2-ന് ഡയമെൻഷൻ ഇല്ല, പൈക്ക് ഡയമെൻഷൻ ഇല്ല, ന്യൂ ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ t⁻⁻1, ടൈമിൻ്റെ ഡയമെൻഷൻ t ആണ്. ദാറ്റ് ഈസ് 1 എന്ന് കിട്ടി. ഓക്കെ, സൈൻ നമ്മുടെ ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്തില്ല? ഡയമെൻഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ ഡയമെൻഷൻ നമുക്ക് എഴുതാം. എക്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് L ആണ്. അടുത്ത ടൈം ഇത്രയും ഉണ്ട്. ദാറ്റ് ഈസ് a/v സൈൻ 2π/t. That is equal to എയുടെ ഡയമെൻഷൻ L ഡിവൈഡഡ് ബൈ വിയുടെ ഡയമെൻഷൻ LT⁻⁻1. സൈനിൻ്റെ ഡയമെൻഷൻ ഇല്ല. L വലിയ ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് T എന്ന് കിട്ടും. പക്ഷേ ഡയമെൻഷൻസ് എന്തല്ല? സെയിം അല്ല. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ ഡയമെൻഷൻ L എന്നാണ് കിട്ടിയത്, റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡയമെൻഷൻ T എന്നാണ് കിട്ടിയത്. ദെർഫോർ നമ്മുടെ ഇക്വേഷൻ ഡയമെൻഷനിൽ എന്താണ്? റോങ് ആണ്. അതായത് ഇവിടെ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ഓക്കെയാണ്, പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പം ഇക്വേഷൻ എന്താണ്? റോങ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് വരുന്ന ക്വസ്റ്റ്യൻ ചെയ്യേണ്ട രീതിയാണ് നമ്മൾ പറഞ്ഞത്. ആദ്യം ട്രിഗണോമെട്രി ഫംഗ്ഷൻസിന് ഡയമെൻഷൻ ഉണ്ടോ എന്ന് നോക്കുക. ട്രിഗണോമെട്രി ഫംഗ്ഷൻസിന് ഡയമെൻഷൻ ഇല്ല എങ്കിൽ മാത്രം മുമ്പോട്ടേക്ക് പോവുക. ഇല്ല, ട്രിഗണോമെട്രി ഫംഗ്ഷന് ഡയമെൻഷൻ ഉണ്ട് എന്നാണ് കിട്ടുന്നതെങ്കിൽ അവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് പറയാം ഇക്വേഷൻ ഈസ് ഡയമെൻഷനിൽ എന്താണ്? റോങ് ആണ്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ കാര്യം ക്ലിയർ ആയി കാണുമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ആപ്ലിക്കേഷനിലെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കൊരു ഇക്വേഷൻ തരും. ആ ഇക്വേഷനിൽ ഒരു അൺനോൺ ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും. ആ അൺനോൺ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ ആപ്ലിക്കേഷനിലെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് ഈസ് ഈക്വൽ ടു a² പ്ലസ് bt പ്ലസ് c. This equation is dimensionally correct, where x is in meters and time is in second, t is in seconds. Find the dimension of a, b and c. നമ്മളിത് ചാനലിലും ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. അതായത് നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു a² പ്ലസ് bt പ്ലസ് c. ഇതിൽ എക്സ് എന്ന് പറയുന്നതിൻ്റെ യൂണിറ്റ് മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ദെർഫോർ എക്സിൻ്റെ ഡയമെൻഷൻ നമുക്ക് L ആണെന്ന് പറയാം. ആൻഡ് ടൈമിൻ്റെ യൂണിറ്റ് ടി സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ടിയുടെ ഡയമെൻഷൻ എന്താണെന്നും പറയാം? ടി ആണെന്നും പറയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എയുടെയും ബിയുടെയും സിയുടെയും ഡയമെൻഷൻസ് ആണ്. നമുക്കിവിടുന്ന് മനസ്സിലാക്കാവുന്ന കാര്യം, ഇത് ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആയതുകൊണ്ട് ഓരോ ടേംസിൻ്റെയും ഡയമെൻഷൻ സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ഒന്നാമത്തെ ടേം ഡയമെൻഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നതും ഡയമെൻഷൻ ഓഫ് at² എന്ന് പറയുന്നതും ഡയമെൻഷൻ ഓഫ് bt എന്ന് പറയുന്നതും ഡയമെൻഷൻ ഓഫ് c എന്ന് പറയുന്നതും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ കോമ്പിനേഷൻ എടുക്കുന്നു. ഡയമെൻഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് at². നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എയുടെ ഡയമെൻഷൻ ആണ്. അപ്പോൾ ഞാൻ t² ഇപ്പുറം കൊണ്ടുവരുന്നു. ദാറ്റ് ഈസ് ഡയമെൻഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് t². എക്സിൻ്റെ ഡയമെൻഷൻ L ആണ്, ടിയുടെ ഡയമെൻഷൻ t² ആകുമ്പോൾ L/t². ദാറ്റ് ഈസ് LT⁻⁻2. ഒന്നാമത്തത് കഴിഞ്ഞു. രണ്ടാമത്തേലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ഡയമെൻഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് bt. ഈ ടൈമിനെ ഞാൻ ഇപ്പുറം കൊണ്ടുവരികയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് ടി. എക്സിൻ്റെ ഡയമെൻഷൻ L ആണ്, ടിയുടെ ഡയമെൻഷൻ ടി ആണ്. ദാറ്റ് ഈസ് LT⁻⁻1. അതും കഴിഞ്ഞു. ആൻഡ് ലാസ്റ്റ് വൺ, ഈ ഫസ്റ്റും ലാസ്റ്റും കൂടി ഇക്വേറ്റ് ചെയ്യുന്നു. ഡയമെൻഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് സി. ദെർഫോർ ഡയമെൻഷൻ ഓഫ് സി ഈസ് ഈക്വൽ ടു എത്ര തന്നെ? L.
ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഓർക്കേണ്ട കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ, ഓരോ ടേംസിൻ്റെയും ഡയമെൻഷൻസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അല്ലെങ്കിൽ രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അവയുടെ ഡയമെൻഷൻസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, അല്ല അടുത്ത ടൈപ്പ് അല്ല, ഇതുപോലത്തെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഇതുമായി റിലേറ്റ് ചെയ്ത് പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. സിമ്പിളായിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: p plus a by v square into v minus b is equal to rt, find the dimension of a and b. ക്വസ്റ്റ്യൻ എക്സാക്ട്ലി ഇങ്ങനെയല്ല. The van der Waals equation is given by p plus a by v square into v minus b is equal to rt, find the dimension of a and b എന്നാണ്. van der Waals ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ ഒന്ന് മോഡിഫൈ ചെയ്ത്, ഇത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കും. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എല്ലാ ഗ്യാസും ഒബേ ചെയ്യാറില്ല. അപ്പോൾ റിയൽ ഗ്യാസ് ഒബേ ചെയ്യുന്ന ഇക്വേഷനാണ് നമ്മൾ van der Waals ഇക്വേഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. നമുക്കതൊന്നും വേണ്ട. നമുക്ക് വേണ്ടത് അതിനകത്ത് ഓരോ ടേംസും എന്താണെന്നാണ്. പി എന്ന് പറഞ്ഞാൽ പ്രഷറാണ്, വി എന്ന് പറഞ്ഞാൽ വോളിയമാണ്, ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ടെമ്പറേച്ചറാണ്. നമുക്കിവിടെ എയുടെയും ബിയുടെയും ഡയമെൻഷനാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. വളരെ സിമ്പിൾ. ദാറ്റ് ഈസ് പി പ്ലസ് എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് ബി ഈസ് ഈക്വൽ ടു ആർ ടി എന്നതാണ് നമ്മുടെ ഇക്വേഷൻ. നമ്മുടെ മനസ്സിൽ വരേണ്ട കാര്യം പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ആണ്. രണ്ട് ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യണമെങ്കിൽ അവയുടെ ഡയമെൻഷൻസ് സെയിം ആയിരിക്കണം. പിയും എ ബൈ വി സ്ക്വയറും തമ്മിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് പിയും ഡയമെൻഷൻ ഓഫ് എ ബൈ വി സ്ക്വയറും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ദാറ്റ് ഈസ് ഡയമെൻഷൻ ഓഫ് പി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് വി സ്ക്വയറിങ് ഇപ്പുറം വരാം. അപ്പോൾ ഡയമെൻഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് പി ഇൻറ്റു ഡയമെൻഷൻ ഓഫ് വി സ്ക്വയർ. പി എന്ന് പറഞ്ഞാൽ പ്രഷറാണ്. പ്രഷറിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം, എം എൽ റേസ് ടു മൈനസ് 1 ടി റേസ് ടു മൈനസ് 2. വി വോളിയമാണ്. വോളിയത്തിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം, എൽ ക്യൂബ് അതിൻ്റെ സ്ക്വയർ. That is m l raised to minus 1 t raised to minus 2 l raised to 6. That is m അതുപോലെ എഴുതുന്നു. l raised to minus 1 ഉം l raised to 6 ഉം. That is l raised to 5 t raised to minus 2. ഇതാണ് ആരുടെ ഡയമെൻഷൻ, എയുടെ ഡയമെൻഷൻ. അടുത്തത് ചെയ്യാൻ സെയിം കോൺസെപ്റ്റ്. വിയും ബിയും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ഡയമെൻഷൻ ഓഫ് വിയും ഡയമെൻഷൻ ഓഫ് ബിയും സെയിം ആയിരിക്കണം. Therefore ഡയമെൻഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു എൽ ക്യൂബ്. ഇത്രയേ ഉള്ളൂ കാര്യം. രണ്ട് സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ ആഡ് ചെയ്യുകയോ രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യണമെങ്കിൽ അവയുടെ ഡയമെൻഷൻസ് എന്തായേ പറ്റൂ, സെയിം ആയേ പറ്റത്തുള്ളൂ. അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ, അതായത് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. അതായത് y ഈസ് ഈക്വൽ ടു എ സൈൻ 2π vt ബൈ കെ എന്ന് തന്നിട്ടുണ്ട്. വെർ v ഈസ് ദ വെലോസിറ്റി ആൻഡ് t ഈസ് ദ ടൈം, ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് കെ എന്നാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ട്രിഗണോമെട്രി ഫംഗ്ഷൻ കണ്ടാൽ അപ്പോഴേ ഓർമ്മയിലേക്ക് വരിക എന്താണ്, ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് എന്തായിരിക്കണം, ഡയമെൻഷൻലെസ് ആയിരിക്കണം. അപ്പോൾ ഫോർ ദിസ് ഇക്വേഷൻ ടു ബി കറക്റ്റ്, ഫോർ ദിസ് ഇക്വേഷൻ ടു ബി കറക്റ്റ്, ഇക്വേഷൻ എന്താകണമെങ്കിൽ, കറക്റ്റ് ആകണമെങ്കിൽ 2π vt ഡിവൈഡഡ് ബൈ കെ ഈസ് ഡയമെൻഷൻലെസ്. ഇതെന്ന് പറയുന്നത് എന്തായിരിക്കണം, ഡയമെൻഷൻലെസ് ആയിരിക്കണം. അതായത് സൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഡയമെൻഷൻലെസ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് 2π vt ബൈ കെ എന്ന് പറയുന്നത് 1 ആയിരിക്കണം. അതായത് 2നും പൈക്കും ഡയമെൻഷൻ ഇല്ല, നമുക്കതിനെ കളയാം. വിയുടെ ഡയമെൻഷനെ ഞാൻ എഴുതുന്നു, ഡയമെൻഷൻ ഓഫ് വി ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ടി ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് കെ എന്ന് പറയുന്നത് 1 ആയിരിക്കണം. അഥവാ ഡയമെൻഷൻ ഓഫ് കെ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ടി. ആൻസറായി ഡയമെൻഷൻ ഓഫ് കെ ഈസ് ഈക്വൽ ടു വി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. അപ്പോൾ എൽ ടി റേസ് ടു മൈനസ് 1 ഇൻറ്റു ടി എന്ന് പറയുന്നത് ടൈം, ടി എന്ന് എഴുതുന്നു. ദാറ്റ് ഈസ് എൽ എന്ന് കിട്ടും. അപ്പോൾ ഡയമെൻഷൻ ഓഫ് കെ എന്ന് പറഞ്ഞാൽ എത്ര ആണത്, എൽ ആണ്. അപ്പോൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ എപ്പോഴും ഓർമ്മയിൽ വരിക എന്താണ്, ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് എന്താണ്, ഡയമെൻഷൻലെസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ആപ്ലിക്കേഷനിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പരമാവധി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, കൂടുതൽ ക്വസ്റ്റ്യൻ നമുക്ക് പിന്നീട് ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വർക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷനിലേക്ക് പോകാം. നമ്മുടെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് to derive the relation between physical quantities, അല്ലെങ്കിൽ to deduce the relation between physical quantities. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള ഇക്വേഷൻ എന്ത് ചെയ്തെടുക്കാനാണ്, ഡിറൈവ് ചെയ്തെടുക്കാനാണ്. അവിടെ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് നമുക്ക് കുറേ ക്വാണ്ടിറ്റികൾ തമ്മിലുള്ള റിലേഷൻ തന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാനാണ് പറയാം. നമ്മുടെ ടെക്സ്റ്റിനകത്ത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം ചെയ്യുന്നു. ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം മേ ഡിപ്പെൻഡ്സ് ഓൺ മാസ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് ലെങ്ത്. അവിടെ നമുക്കൊരു അഡീഷണൽ കാര്യം തന്നിട്ടുണ്ട്, കെ ഈസ് ഈക്വൽ ടു 2π എന്ന്. അതെന്താണെന്ന് പറയാം, അതവിടെ നിൽക്കട്ടെ.
അപ്പോൾ ഈ ഇക്വേഷൻ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്നാണ് നമുക്ക് നോക്കുന്നത്. അതായത് നമുക്ക് ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ വേണം. ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം മേ ഡിപ്പെൻഡ്സ് ഓൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടൈം പീരീഡ് ആദ്യം അങ്ങോട്ട് എഴുതുക. ടൈം പീരീഡ് ടി മേ ഡിപ്പെൻഡ്സ് ഓൺ ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യാം? മാസിനെ ഡിപ്പെൻഡ് ചെയ്യാം, ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യാം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുമെന്നോ ഡിപ്പെൻഡ് ചെയ്യത്തില്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഡിപ്പെൻഡ് ചെയ്യാമെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡിപ്പെൻഡൻസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ടി പ്രൊപ്പോർഷണൽ ടു എം റേസ് ടു എക്സ് എൽ റേസ് ടു വൈ ജി റേസ് ടു ഇസഡ്. ഈ എക്സും വൈയും ഇസഡും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ ആ ഡിപ്പെൻഡൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആ റിലേഷൻ ഇങ്ങനെ അങ്ങോട്ട് എഴുതാം. ഇനി പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ നമുക്കൊരു കോൺസ്റ്റൻറ്റ് വേണം. ദെയർഫോർ ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു എക്സ് എൽ റേസ് ടു വൈ ജി റേസ് ടു ഇസഡ്, വെയർ കെ ഈസ് ഡയമെൻഷൻലെസ് കോൺസ്റ്റൻറ്റ്. കെ ഈസ് ഡയമെൻഷൻലെസ് കോൺസ്റ്റൻറ്റ്. കെ എന്ന് പറയുന്നത് ഒരു ഡയമെൻഷൻ ഇല്ലാത്ത കോൺസ്റ്റൻ്റ് ആണ്. അത് കണ്ടുപിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കെയുടെ വാല്യൂ തന്നിട്ടുണ്ട് 2π എന്ന്. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ്റെ അവസാനം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ഏറ്റവും അവസാനം കെ കനോട്ട് ബി ഡിറ്റർമിൻഡ് എന്ന് എഴുതിയിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് കെ തന്നിട്ടുണ്ട് 2π, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട, നമുക്ക് അവസാനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ആ റിലേഷൻ അങ്ങനെ എഴുതി, ദെൻ ഈക്വൽ സൈനിട്ട് എഴുതി. ഇനി ചെയ്യേണ്ടത് ടേക്കിംഗ് ഡയമെൻഷൻസ്. നമ്മൾ എന്ത് ചെയ്യാം? നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ്റെ ഡയമെൻഷൻ എടുക്കുക. ടേക്കിംഗ് ഡയമെൻഷൻ ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ ഇരിക്കുന്നത് ടൈം പീരീഡാണ്. ടൈം പീരീഡിൻ്റെ ഡയമെൻഷൻ എന്ത് തന്നെയാണ്? ടി തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കെക്ക് ഡയമെൻഷൻ ഇല്ല, നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് കോൺസ്റ്റൻറ്റ്. അതിനെ വിട്ടേക്കുക. എം മാസാണ്, മാസിൻ്റെ ഡയമെൻഷൻ എം, റേസ് ടു എക്സ് ഉണ്ട്, അപ്പോൾ റേസ് ടു എക്സ്. എൽ ലെങ്ത് ആണ്, ലെങ്തിൻ്റെ ഡയമെൻഷൻ എൽ ആണ്, റേസ് ടു വൈ ഉണ്ട്. ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, ദാറ്റ് മീൻസ് ആക്സിലറേഷൻ ആണ്, അതിൻ്റെ ഡയമെൻഷൻ എൽ ടി റേസ് ടു -2 ആണ്, ദ ഹോൾ റേസ് ടു ഇസഡ് ഉണ്ട്. ഇനി നമ്മൾ നേരത്തെ പഠിച്ച എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എന്നൊക്കെ പറഞ്ഞ് കുറേ പഠിച്ച ഇക്വേഷൻസ് ഉണ്ട്. അതാണ് ഇവിടെ ആവശ്യം വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു എം റേസ് ടു എക്സ് അതുപോലെ എഴുതി, എൽ റേസ് ടു വൈ എൽ റേസ് ടു ഇസഡ്, ടി റേസ് ടു -2 ദ ഹോൾ റേസ് ടു ഇസഡ് എന്ന് പറഞ്ഞാൽ ടി റേസ് ടു -2 ഇസഡ്. ഇനി അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എം റേസ് ടു എക്സ്, ഇവിടെ എല്ലുണ്ട്, ഇവിടെ ഒരു എല്ലുണ്ട്, അപ്പോൾ എൽ റേസ് ടു വൈ പ്ലസ് ഇസഡ് ടി റേസ് ടു -2 ഇസഡ്. ലെഫ്റ്റ് സൈഡിലുള്ളത് ആര് മാത്രം? ടി മാത്രം. അടുത്ത സ്റ്റെപ്പ് ഇവിടെ എം എല്ലും ടിയും മാത്രമായി. ഇനി ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ: ഇക്വേറ്റിംഗ് ഡയമെൻഷൻസ്. ഡയമെൻഷൻസിന് എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. ഡയമെൻഷൻസ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, പവേഴ്സിനെയാണ് നമ്മൾ ഡയമെൻഷൻസ് എന്ന് പറയുക. ലെഫ്റ്റ് സൈഡിൽ നോക്കുക, ലെഫ്റ്റ് സൈഡിൽ എം ഇല്ല, ലെഫ്റ്റ് സൈഡിൽ എം ഇല്ല. ദെയർഫോർ എമ്മിൻ്റെ പവർ എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. റൈറ്റ് സൈഡിൽ എം ഉണ്ട്, എമ്മിൻ്റെ പവർ എക്സ് ആണ്. അപ്പോൾ എനിക്കിതെന്ന് എഴുതാം എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. കാരണം ഇവിടെ എം ഇല്ല എന്ന് പറഞ്ഞതിനർത്ഥം അത് എം റേസ് ടു 0 എന്നാണ്. എൽ ഇല്ല എന്ന് പറഞ്ഞതിനർത്ഥം എൽ റേസ് ടു 0 എന്നാണ്. ടി ഉണ്ടെങ്കിൽ ടി റേസ് ടു 1 ആണ്, ടി മാത്രമാണെങ്കിൽ. അപ്പോൾ ഇവിടെ എമ്മിൻ്റെ പവർ എക്സ്, ഇവിടെ എമ്മിൻ്റെ പവർ 0, അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 0. ഇവിടെ എല്ലിൻ്റെ പവർ വൈ പ്ലസ് ഇസഡ് ആണ്, ഇവിടെ എല്ലിൻ്റെ പവർ 0 ആണ്. അപ്പോൾ അടുത്ത ടൈം കിട്ടി വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 0. അതുപോലെ ഇവിടെ ടിയുടെ പവർ 1 ആണ്, ഇവിടെ ടിയുടെ പവർ -2z ആണ്. ദെയർഫോർ -2z ഈസ് ഈക്വൽ ടു 1. ഇതിൽ നിന്ന് z ഈസ് ഈക്വൽ ടു -1/2 എന്ന് കിട്ടും. ഇതെടുത്തതായി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y -1/2 ഈസ് ഈക്വൽ ടു 0 ഓർ y ഈസ് ഈക്വൽ ടു 1/2. അപ്പോൾ y കിട്ടി, z കിട്ടി, x കിട്ടി. അപ്പോൾ ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുകയാണ്. ഈ വാല്യൂസ് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ t ഈസ് ഈക്വൽ ടു k ഇൻറ്റു എം റേസ് ടു എക്സിൻ്റെ വാല്യൂ 0, എൽ റേസ് ടു ഓർത്ത് എഴുതുക, എല്ലിൻ്റെ പവറാണ് വൈ, എൽ റേസ് ടു 1/2, ജി റേസ് ടു ഇസഡിനെ എനിക്ക് എന്ത് എഴുതാം? ജി റേസ് ടു -1/2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു 0 1 ആണ്, കളയാം, എൽ റേസ് ടു 1/2 ഇൻറ്റു ജി റേസ് ടു -1/2 എനിക്ക് 1/g റേസ് ടു 1/2 എന്ന് എഴുതാം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എ റേസ് ടു -m എന്ന് പറഞ്ഞാൽ 1/a റേസ് ടു m ആണ്. ഇതിനെ ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും: ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു L/g ദ ഹോൾ റേസ് ടു 1/2. വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ആലോചിക്കുക, എ റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ √a ആണ്. ദെയർഫോർ ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു √L/g. K cannot be determined by
ഡയമെൻഷണൽ മെത്തേഡ് ഡിറ്റർമിൻഡ് ബൈ ഡയമെൻഷണൽ മെത്തേഡ്. ഡയമെൻഷണൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആരെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റില്ല? കെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ കെ തന്നിട്ടില്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തുക. കെ തന്നിട്ടുണ്ടെങ്കിൽ ബട്ട് കെ ഈസ് ഈക്വൽ ടു 2π, therefore t ഈസ് ഈക്വൽ ടു 2π into root of L/g. ദിസ് ഈസ് അവർ ഇക്വേഷൻ. അപ്പോൾ ഇങ്ങനെയാണ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ, ഈ ഒരു ആപ്ലിക്കേഷൻ അവസാനിപ്പിക്കാം. ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഇതേ ടൈപ്പാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രിപെറ്റൽ ഫോഴ്സ് മേ ഡിപ്പെൻഡ്സ് ഓൺ മാസ്, വെലോസിറ്റി ആൻഡ് റേഡിയസ്. ഒബ്റ്റെയിൻ ദ റിലേഷൻ. കെയുടെ വാല്യൂ തന്നിട്ടുണ്ട് 1. അപ്പം ക്വാണ്ടിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്, ദാറ്റ് ഈസ് എഫ്. ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാസിനെ, വെലോസിറ്റിയെ, റേഡിയസിനെ. എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് അറിയില്ല. അപ്പോൾ പ്രൊപ്പോർഷണൽ ടു എക്സ് വൈ ഇസഡ്. എക്സ് വൈ ഇസഡിന് പകരം എ ബി സി എന്ന് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ എടുക്കാം, അല്ലെങ്കിൽ പി ക്യു ആർ എന്ന് കൊടുക്കാം. ഏതായാലും പ്രോബ്ലം ഉള്ള കാര്യമല്ല. ഇനി ചെയ്യേണ്ട കാര്യം നമുക്കറിയാം എന്താണ്. ഇതിൻ്റെ നേരെ ഇക്വേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റൈസ് ടു എക്സ് വി റൈസ് ടു വൈ ആർ റൈസ് ടു ഇസഡ്, വെയർ എന്താണ് പ്രത്യേകത? കെ ഈസ് ഡയമെൻഷൻലെസ് കോൺസ്റ്റൻറ്റ്. ഡയമെൻഷൻലെസ് കോൺസ്റ്റൻറ്റ്. കെ എന്ന് പറയുന്നത് ഒരു ഡയമെൻഷൻലെസ് കോൺസ്റ്റൻ്റ് ആണ്. അടുത്ത സ്റ്റെപ്പ് നമുക്ക് നേരത്തെ പറഞ്ഞത് തന്നെ ടേക്കിംഗ് ഡയമെൻഷൻസ്. എന്തെടുക്കുന്നു? ഡയമെൻഷൻ എടുക്കുന്നു. ടേക്കിംഗ് ഡയമെൻഷൻസ്. ഫസ്റ്റ് ക്വാണ്ടിറ്റി എഫ് ആണ്. എഫിൻ്റെ ഡയമെൻഷൻ എം എൽ ടി റേസ് ടു -2 ഈസ് ഈക്വൽ ടു, കെക്ക് ഡയമെൻഷൻ ഇല്ല, എമ്മിൻ്റെ ഡയമെൻഷൻ എം തന്നെ, ദാറ്റ് ഈസ് എം റേസ് ടു എക്സ്. വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്, അപ്പോൾ എൽ ടി റേസ് ടു -1 ദ ഹോൾ റേസ് ടു വൈ. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, ദാറ്റ് ഈസ് എൽ ആണ്, ദാറ്റ് ഈസ് എൽ റേസ് ടു ഇസഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എം റേസ് ടു എക്സ് എൽ റേസ് ടു വൈ ടി റേസ് ടു -y എൽ റേസ് ടു ഇസഡ്. എം ഒന്നേ ഉള്ളൂ, അത് അതുപോലെ എഴുതി. എം റേസ് ടു എക്സ്, എൽ രണ്ടെണ്ണം ഉണ്ട്, അപ്പോൾ എൽ റേസ് ടു വൈ പ്ലസ് ഇസഡ് ടി റേസ് ടു -y. എമ്മും എല്ലും ടിയുമായി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓർത്ത് വെച്ചിരിക്കുക. എം എൽ ടി റേസ് ടു -2. ഇനി ചെയ്യേണ്ടത് ഇക്വേറ്റിംഗ് ദ ഡയമെൻഷൻസ്. എന്ത് ചെയ്യുന്നു? ഇക്വേറ്റ് ചെയ്യുന്നു. ഇക്വേറ്റിംഗ് ഡയമെൻഷൻസ്. ഡയമെൻഷൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇക്വേറ്റ് ചെയ്യണം. ഇവിടെ എമ്മിൻ്റെ പവർ 1 ആണ്, ഇവിടെ എമ്മിൻ്റെ പവർ എക്സ് ആണ്, അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 1. ഇവിടെ എല്ലിൻ്റെ പവർ 1 ആണ്, ഇവിടെ എല്ലിൻ്റെ പവർ വൈ പ്ലസ് ഇസഡ് ആണ്, ദെയർഫോർ വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 1. ഇവിടെ ടിയുടെ പവർ -2 ആണ്, ഇവിടെ ടിയുടെ പവർ -y ആണ്, അപ്പോൾ -y ഈസ് ഈക്വൽ ടു -2 ഓർ y ഈസ് ഈക്വൽ ടു 2. ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 plus z is equal to 1 or z is equal to 1 minus 2 is equal to -1. ദാ xi, yi, zi. ജസ്റ്റ് മാത്സ് ആണ്, ഒന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് മോഡിഫൈ ചെയ്യാം. എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു എക്സ്, എക്സ് എന്ന് പറഞ്ഞാൽ 1. അടുത്തത് വി റേസ് ടു വൈ, വൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. ആൻഡ് ആർ റേസ് ടു ഇസഡ് -1. That is f is equal to k into m into v square. ഇത് ഡിനോമിനേറ്ററിൽ എഴുതാം divided by r. But k is equal to എത്രയാണ് തന്നിട്ടുണ്ട്? 1 ആണെന്ന് തന്നിട്ടുണ്ട്. Therefore f is equal to mv square by r. This is our equation. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഇക്വേഷൻസ് ഡെറൈവ് ചെയ്യാം. ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. കൂടുതൽ ഇക്വേഷൻസ് അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് കിട്ടാത്തതുണ്ടെങ്കിൽ എന്നോട് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നമ്മൾ 2 ക്വസ്റ്റ്യൻസേ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യുന്നത്. അറിയേണ്ടത് എല്ലാ ക്വാണ്ടിറ്റികളുടെയും ഡയമെൻഷൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ ഒരു രണ്ടാമത്തെ ആപ്ലിക്കേഷനും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ്. നമ്മുടെ ടെക്സ്റ്റിൽ നേരെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് പോകുന്നു. ടു കൺവേർട്ട് വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഇൻറ്റു അനദർ. അതിൻ്റെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. നമ്മുടെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ടു കൺവേർട്ട് വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഇൻറ്റു അനദർ എന്നാണ്. ഏതെങ്കിലും ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റിനെ മറ്റൊന്നിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് കൺവേർട്ട് 5 ജൂൾ ഇൻറ്റു എർഗ് എന്നാണ് തന്നിരിക്കുന്നത്. സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ചോദിക്കാൻ സാധ്യത കുറവാണ്, എങ്കിലും നമ്മൾ പറയുന്നത് മാത്രം. 5 ജൂൾ ഇൻറ്റു എർഗ്. ജൂളിനെ എന്തിലേക്ക് മാറ്റുക? എർഗിലേക്ക് മാറ്റുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം, അതിനെ നമ്മൾ സിസ്റ്റം 1 ആയിട്ട് ചൂസ് ചെയ്യാം. സിസ്റ്റം 1 ഇവിടെ തന്നിരിക്കുന്നത് ജൂളാണ്. ജൂൾ എന്ന് പറയുന്നത് ഏത് സിസ്റ്റമാണ്? SI ആണ്. എനർജിയുടെ SI യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത്, എനർജിയുടെ അല്ലെങ്കിൽ വർക്കിൻ്റെ. അപ്പോൾ സ്വാഭാവികമായിട്ടും എർഗ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സിസ്റ്റമാണ്. ഒരു ഡൗട്ടും വേണ്ട, അത് ഏത് സിസ്റ്റം ആയിരിക്കും? അപ്പോൾ CGS സിസ്റ്റമാണ്.
ഇത് തന്നെ ആയിരിക്കും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, മാറ്റമൊന്നുമില്ല. അല്ലെങ്കിൽ തിരിച്ച് 5 എർഗ് ഇൻറ്റു ജൂൾ എന്നായിരിക്കും. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ഏതാണോ നമുക്ക് തന്നിരിക്കുന്നത് അതാണ് സിസ്റ്റം 1, ഏതിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതിനെ സിസ്റ്റം 2 ആയിട്ട് എടുക്കാം. നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം 1, ഏതിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അത് സിസ്റ്റം 2. അപ്പോൾ സിസ്റ്റം 1ൽ തന്നിരിക്കുന്നത് SI ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ N1ൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷൻ ഓർത്ത് വെച്ചിരിക്കുക. ആദ്യമേ ഞാൻ അത് പറയാം. N2 ഈസ് ഈക്വൽ ടു N1 ഇൻറ്റു M1 by M2 the whole raised to X, L1 by L2 the whole raised to Y, T1 by T2 the whole raised to Z. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. M1 by M2 the whole raised to X, L1 by L2 the whole raised to Y, T1 by T2 the whole raised to Z. 1 എല്ലാം സിസ്റ്റം 1 ബന്ധപ്പെട്ടത്, 2 എല്ലാം സിസ്റ്റം 2 ബന്ധപ്പെട്ടത്. ഓർക്കുക, നമുക്ക് ഏതിൻ്റെ അളവാണോ തന്നിരിക്കുന്നത് അതിനെ സിസ്റ്റം 1 ആയിട്ട് എടുക്കുക, ഏതിൻ്റെ അളവാണോ കണ്ടുപിടിക്കാനുള്ളത് അതിനെ സിസ്റ്റം 2 ആയിട്ട് എടുക്കുക. ഇവിടെ തന്നിരിക്കുന്നത് 5 ജൂൾ എന്നാണ്. അപ്പോൾ സിസ്റ്റം 1 SI, എർഗ് സിസ്റ്റം 2, CGS സിസ്റ്റം 2. ഇനി തിരിച്ച് 5 എർഗ് ഇൻറ്റു ജൂൾ എന്നായിരുന്നുവെങ്കിൽ സിസ്റ്റം 1 എന്ന് പറയുന്നത് എന്തായാലും CGS ആയിരുന്നു. അപ്പോൾ N1ൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 5, N2 നമുക്കറിയില്ല, കണ്ടുപിടിക്കണം. M1 എന്ന് പറഞ്ഞാൽ SIയിലെ മാസ് എത്രയാണ്? 1 കിലോഗ്രാം. L1 എന്ന് പറഞ്ഞാൽ SIയിലെ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് 1 മീറ്റർ. T1 എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ M2 എന്ന് പറഞ്ഞാൽ 1 ഗ്രാം ആണ്. L2 എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ആണ്. T2 എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് ആണ്. ഇനി ചെയ്യേണ്ടത് 2 ഇക്വേഷൻസിൽ അല്ലെങ്കിൽ 2 സ്ഥലത്തെയും വാല്യൂസിനെ സെയിം ആക്കാനാണ്. ഇവിടെ ഗ്രാം ആയതുകൊണ്ട് ഞാൻ ഇതിനെ ഗ്രാം ആക്കുന്നു, 1000 ഗ്രാം. ഓക്കെ, മീറ്ററിനെ സെൻറ്റിമീറ്റർ ആകുന്നു, 100 സെൻറ്റിമീറ്റർ. ഇനി നമുക്കുള്ള യൂണിറ്റ് ഏതാ നോക്കുക? ജൂളാണ്. ജൂൾ എന്ന് പറയുന്നത് വർക്കിൻ്റെ അല്ലെങ്കിൽ എനർജിയുടെ ആണ്. ദെയർഫോർ എനർജിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. എനർജിയുടെ ഡയമെൻഷൻ നമുക്കറിയാം, mL²T⁻² ആണ് ഡയമെൻഷൻ. അവിടെ നമ്മുടെ ഇക്വേഷനിൽ എമ്മിൻ്റെ പവർ എക്സ് ആണ്, ഇവിടെ എമ്മിൻ്റെ പവർ 1 ആണ്. ദെയർഫോർ എക്സ് ഈസ് ഈക്വൽ ടു 1. ഇവിടെ നമ്മുടെ എല്ലിൻ്റെ പവർ വൈ ആണ്, ഇവിടുത്തെ എല്ലിൻ്റെ പവർ 2 ആണ്. ദെയർഫോർ വൈ ഈസ് ഈക്വൽ ടു 2. ഇവിടെ ടിയുടെ പവർ 2 ഇസഡ് ആണ്, ഇവിടെ ടിയുടെ പവർ -2 ആണ്. ദെയർഫോർ ഇസഡ് ഈസ് ഈക്വൽ ടു -2. നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആയി. നേരെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് N2 ഈസ് ഈക്വൽ ടു N1 എന്ന് പറഞ്ഞാൽ 5 ആണ്. That is 5 into M1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ആണ്. Therefore 1000 divided by M2 1 ആണ്. Whole raised to X എന്ന് പറഞ്ഞാൽ 1. അടുത്തത് 100 divided by 1 the whole raised to Y. Yയുടെ വാല്യൂ 2 ആണ്. അടുത്തത് 1 divided by 1 the whole raised to -2. That is 5 into 1000 into 100ൻ്റെ സ്ക്വയർ 10,000 into 1. That is 5 into 1 2 3 4 5 6 7 0 ഉണ്ട്, 10⁻7. ദാറ്റ് ഈസ് ഇത്രയും എർഗ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് 5 ജൂൾ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ അടുത്ത വരിയായിട്ട് എഴുതാം, 5 ജൂൾ ഈസ് ഈക്വൽ ടു 5 into 7 എർഗ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. 7 ഡൈൻ ഇൻറ്റു ന്യൂട്ടൺ. 7 ഡൈൻ ഇൻറ്റു ന്യൂട്ടൺ സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കുക. കാര്യം ഇത്രയേ ഉള്ളൂ, 7 ഡൈൻ. അപ്പോൾ ഇതാണ് സിസ്റ്റം 1 എന്ന് പറയുന്നത് ഏത്? CGS. ഇത് സിസ്റ്റം 2 ആണ്, ഏതെന്ന് ചോദിച്ചാൽ SI. അപ്പോൾ സിസ്റ്റം 1ഉം സിസ്റ്റം 2ഉം ആയി. ഇനി ഇവിടെ എനർജിയുടെ കണ്ടുപിടിച്ചതിന് പകരം ന്യൂട്ടൺ ഫോഴ്സിൻ്റെതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആരുടെ ഡയമെൻഷനാണ്? ഫോഴ്സിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. XYZ അതിൽ നിന്ന് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ഇതാ ഇങ്ങനെ കിട്ടും. 7 ഡൈൻ ഈസ് ഈക്വൽ ടു 7 into 10⁻⁻5 ന്യൂട്ടൺ എന്ന് ആൻസർ കിട്ടും. ചെയ്ത് നോക്കിയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫോക്കസ് ഏരിയയിലുള്ള ആപ്ലിക്കേഷനിൽ വരുന്നതാണ്. എന്നാലും ടെക്സ്റ്റിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട്, ഈ അടുത്ത സമയത്തൊന്നും ഫൈനൽ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നില്ല. എങ്കിലും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ എന്നോട് പറയുക, ഞാൻ ഉറപ്പായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 1ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. 1ാമത്തെ ചാപ്റ്ററിലെ എല്ലാ ഫോക്കസ് ഏരിയയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്.